തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഭവമാണ് സുഗന്ധഗിരി വനംകൊള്ള. നേരത്തെ മുട്ടിൽ മരംകൊള്ളയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ മുട്ടിൽ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ഒരുപാട് വീട്ടിത്തടി വെട്ടിക്കൊണ്ടുപോയി. അതിന് വേണ്ടിയിട്ട് നിയമത്തിൽ ചെറിയ ഭേദഗതികൾ ഉണ്ടാക്കി, ചെറിയ ഉത്തരവുകൾ പാസ്സാക്കി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് മരം മുറിച്ചുകൊണ്ടുപോയി. പിന്നെ ഈ മരമുറിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു TV ചാനൽ ആരംഭിച്ചു. ആ ചാനൽ ഇപ്പോൾ നമ്മൾ മരമുറി ചാനൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സുഗന്ധഗിരിയിൽ നടന്നു ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഏതാനും മരങ്ങൾ മുറിക്കാനായിട്ട് പാസ് വാങ്ങിക്കുകയും 100-ലധികം മരങ്ങൾ അതിൻ്റെ മറവിൽ മുറിച്ചുകൊണ്ട് പോയി. ഇത് വലിയ വിവാദമായി. ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയ്ക്ക് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ കുളരൊക്കെ സൃഷ്ടിച്ചു. മലയാള മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വാർത്തകൾ വന്നു. ഉത്തരവാദികളെ കണ്ടെത്തും, ശിക്ഷിക്കും എന്നൊക്കെ നമ്മുടെ വനം വകുപ്പ് മന്ത്രി പാവം AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചു. AK ശശീന്ദ്രൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപനങ്ങൾ മാത്രം നടന്ന ആളാണ്. പ്രഖ്യാപിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. കാര്യങ്ങളൊക്കെ ചെയ്യുന്ന PC ചാക്കോയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും അതിന് കൃത്യമായിട്ട് പ്രതിഫലം വാങ്ങിക്കുന്നതുമൊക്കെ പാർട്ടി ഓഫീസിൽ നിന്നാണ്. മന്ത്രിക്ക് വെറുതെ മന്ത്രിയായിട്ടിരിക്കുക, മന്ത്രിമന്ദിരത്തിൽ താമസിക്കുക, സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യുക, വല്ലതും ഉദ്ഘാടിക്കാനുണ്ടെങ്കിൽ ഉദ്ഘാടിക്കുക, അത്ര തന്നെ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ വേറെ സംവിധാനമുണ്ട്. അത് NCPയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് വെച്ചോളൂ. നേരത്തെ ഇദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് നടത്തിയിരുന്നത്. വനംവകുപ്പ് മന്ത്രിയായപ്പോഴും ഒരു വ്യത്യാസവുമില്ല. മന്ത്രി ഇരിക്കാനും ചാക്കോ ഭരിക്കാനും എന്നുള്ളതാണ് നാട്ടു നടപ്പ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ പാർട്ടി ആഭ്യന്തര കാര്യമാണ്. ഒരു PSC മെമ്പറെ അപ്പോയിൻ്റ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഏതായാലും ആ ഒരു രീതിക്ക് സംഗതി മുന്നോട്ട് പോകവേ ഈ സുഗന്ധഗിരി മരമുറി കണ്ടുപിടിക്കപ്പെടുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണെന്ന് പറയുന്നു. സൗത്ത് വയനാട് DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഷജിന എന്ന് പറഞ്ഞൊരു മഹതിയാണ്. അവരെ സർക്കാർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൂട്ടത്തിൽ റേഞ്ച് ഓഫീസർ സജീവനെയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വീരാൻകുട്ടിയെയും കൽപ്പറ്റയിലെ റേഞ്ച് ഓഫീസർ നീതുവിനെയും സസ്പെൻഡ് ചെയ്തു. ഇതിലൊരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. സത്യത്തിൽ അതിൽ യാതൊരു അബദ്ധവുമില്ല. ഈ റേഞ്ച് ഓഫീസറുടെ നിയമനാധികാരി പ്രിൻസിപ്പൽ വനം കൺസർവേറ്ററാണ്. DFOയുടെ നിയമനാധികാരി ഗവൺമെൻറ്റാണ്. 4 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കിയത് ഗവൺമെൻറ്റാണ്. അപ്പോൾ നിയമനാധികാരി അല്ലാത്ത ഗവൺമെൻറ് കീഴുദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് ശരിയല്ല എന്നാണ് സാങ്കേതികവാദം. അത് തികച്ചും തെറ്റാണ്. കാരണം നിയമനാധികാരിക്ക് മീതെയുള്ള അധികാരിക്കോ സസ്പെൻഡ് ചെയ്യാം എന്നാണ് നമ്മുടെ സർവീസ് റൂളിൽ പറഞ്ഞിട്ടുള്ളത്. യാതൊരു സംശയത്തിനും അവകാശമില്ല. അതിൽ യാതൊരു അപാകതയുമില്ല. താലൂക്ക് ഓഫീസിലെ പ്യൂണിനെ വരെ ഗവൺമെൻറ്റിന് സസ്പെൻഡ് ചെയ്യാം. അതിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതിന് ജില്ലാ കളക്ടറെയോ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറെയോ അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഈ റേഞ്ചറെയും ഡെപ്യൂട്ടി റേഞ്ചറെയും സസ്പെൻഡ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പൽ വനം കൺസർവേറ്ററുടെ അംഗീകാരമോ ആശീർവാദമോ ഒന്നും ആവശ്യമില്ല. ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്യാം. കാരണം കൺസർവേറ്ററുടെ മുകളിലുള്ള ആളാണ് നമ്മുടെ ഗവൺമെൻറ്. അങ്ങനെ ആയിരിക്കണം. പക്ഷേ അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ നിയമപ്രകാരം അങ്ങനെയാണ്. അപ്പോൾ ഷജന മാഡത്തെയും ഈ നേരത്തെ പറഞ്ഞ 3 ഫൽഗുനന്മാരെയും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഓർഡറിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് വെറും 20 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഈ 4-ൽ 3 പേരുടെ സസ്പെൻഷൻ സർക്കാർ വളരെ ദയാപുരസരം പിൻവലിച്ചു. ആ ഓർഡർ ഇറങ്ങിയപ്പോഴത്തേക്കും അവർ കൈ കിട്ടറങ്ങ് മുമ്പായിട്ട് പിൻവലിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മാതൃഭൂമിയും മലയാള മനോരമയും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ പിൻവലിച്ചു എന്നാണ്. എന്താ ഇവർക്ക് ഇത്ര രാഷ്ട്രീയ സ്വാധീനം എന്ന് ചോദിച്ചാൽ ഈ ഷജന മാഡത്തിന് NCP നേതൃത്വമായിട്ട്, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ എന്ന് പറഞ്ഞ മാന്യനുമായിട്ട് നേരത്തെ മുതൽക്ക് വലിയ അടുപ്പമുണ്ട്. അതിൻ്റെ പേരിലാണ് PC ചാക്കോ ഇടപെട്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് പറയുന്നത് ഇവരുടെ വീട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ ഇവർക്ക് വലിയ ബന്ധുബലമുണ്ട്, വലിയ കുടുംബമാണ്. അവരുടെ വാപ്പ, മൂത്താപ്പ, വലിയപ്പ, ഇളയപ്പ, കൊച്ചപ്പ, കുഞ്ഞാപ്പ, ഇങ്ങനെ ഒരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ അവർക്കൊക്കെ മക്കളും മക്കളുടെ മക്കളും അവരുടെ പേരക്കുട്ടികളൊക്കെ ഇട്ട് ഇവരുടെ എല്ലാം കൂടി ചേരുമ്പോൾ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ഇവർക്കെല്ലാം കൂടി 100-300 വോട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഷജിന എന്ന് പറഞ്ഞ ഒരു മഹതിയെ, കാര്യം
വനം കൊള്ളയ്ക്ക് ചൂട്ടുപിടിച്ച ആളാണെങ്കിൽ പോലും സസ്പെൻഡ് ചെയ്താൽ ആ വോട്ടുകൾ ആർക്ക് കിട്ടും? എതിർ സ്ഥാനാർത്ഥിയായ നമ്മുടെ പാലക്കാട് MLA കിട്ടും. അല്ലെങ്കിൽ ആർക്ക് കിട്ടും? സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിച്ചാൽ അത് ശൈലജ ടീച്ചർക്ക് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 10-300 വോട്ട് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബക്കാരുടെ വോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഷജന മാഡത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വടകര മണ്ഡലത്തിൽ സത്യസന്ധമായിട്ട് ജീവിക്കണം താല്പര്യമുള്ള ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും? ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വനം കൊള്ളക്കാരിയെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ഇട്ട ഓർഡർ പിൻവലിക്കും. സസ്പെൻഷൻ ഓർഡർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അതിൽ മഷി ഉണങ്ങുന്നതിന് മുമ്പായിട്ട്, ഉത്തരവ് ഇട്ട ഉദ്യോഗസ്ഥൻ്റെ ഒപ്പിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഈ വനം കൊള്ളക്കാരിയെ സഹായിക്കാൻ വേണ്ടി ഉത്തരവ് പിൻവലിക്കുകയാണ്. ഇത് ഏത് സർക്കാരാണ് ചെയ്യുന്നത്? ഇത് മുസ്ലിം ലീഗുകാർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും, കോൺഗ്രസ്സുകാർ ചെയ്താലും മനസ്സിലാക്കാം. ഇങ്ങനൊരു ഉത്തരവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് ചെയ്യുന്നത്. സഖാവ് പിണറായി വിജയൻ കാരണഭൂതനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും കോളറൊക്കെ സൃഷ്ടിച്ച ഒരു കേസിലെ പ്രധാന കുറ്റവാളിയായ ഉദ്യോഗസ്ഥയുടെ സസ്പെൻഷൻ പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെ ചുമ്മാതെ പിൻവലിച്ചത്. ഇതിൻ്റെ പുറകിൽ കളമരം എരീമിൻ്റെ കറുത്ത കൈകളുണ്ട് എന്ന് ശത്രുക്കൾ പറയുന്നുണ്ട്. ലക്ഷദ്വീപ് MP കൈകളുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. CPM വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക താല്പര്യമുണ്ട് എന്നും ആരോപണമുണ്ട്. പക്ഷേ ആ ആരോപണം സഖാവ് ഗഗാറിൻ എന്ന് പറഞ്ഞത് ഈ മറ്റേ യൂറി ഗഗാറിനല്ല കേട്ടോ, അത് ബഹിരാകാശത്ത് പോയ ഗഗാറിനാണ്. ഇത് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ ജില്ലാ സെക്രട്ടറി സഖാവ് പറയുന്നു, ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ യാതൊരു മനസ്സറിവുമില്ല, ഞങ്ങൾ മരം കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവരല്ല, ഞങ്ങൾ വനസംരക്ഷകരാണ്, കാട്ടിലത്തടി തേവരുടെ ആന എന്ന തത്വത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. ഷാജിനയെ സസ്പെൻഡ് ചെയ്യാനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഷാജിനയുടെ സസ്പെൻഷൻ പിൻവലിക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല വയനാട് ജില്ല ഇരിക്കുന്നത് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിക്ക് പുറത്തുമാണ്. പിന്നെ ഗഗാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബഹിരാകാശത്തെ കാര്യങ്ങളിൽ തന്നെ താല്പര്യമുള്ളൂ. വയനാട് ജില്ലയിൽ വല്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ വല്ല വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലാനോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി കസേരയിൽ വാഴ വയ്ക്കാനൊക്കെ അല്ലാതെ ഇദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ വേറെ താല്പര്യങ്ങളൊന്നും ആളല്ല. ഏതായാലും ഷജനയുടെ സസ്പെൻഷൻ പിൻവലിച്ചു, കൂട്ടത്തിൽ വീരാൻകുട്ടിയുടെയും പിൻവലിച്ചു, മറ്റേ സജീവൻ്റെ പിൻവലിച്ചു. പക്ഷേ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതുവിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല. കാരണം എന്താ? നീതുവിന് ഈ രീതിയിലുള്ള സ്വാധീനമില്ല. ഒരുപക്ഷെ അവർ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന താല്പര്യത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. വലിയ കുടുംബമില്ല, അല്ലെങ്കിൽ സമുദായ പിൻബലമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം. നീതു സസ്പെൻഷനിൽ തന്നെ നിൽക്കുക, വീരാൻകുട്ടിയും സജീവനും ഷജന മാഡവും സർവീസിൽ തിരിച്ചു കയറുക. പക്ഷേ ഇതിൽ എനിക്ക് സംശയം അതല്ല, ഈ വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ SDPIയും ഒക്കെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇതിൽ കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, സമുദായ പിന്തുണയും പ്രധാനമാണ്. അപ്പോൾ ഷജന മാഡത്തെ സസ്പെൻഡ് ചെയ്തു, സസ്പെൻഷൻ പിൻവലിച്ചു, അതുകൊണ്ട് പ്രശ്നം തീർന്നില്ലല്ലോ. അവരുടെ പടം പത്രത്തിൽ വന്നു, ഇവരെ സസ്പെൻഡ് ചെയ്യുന്നുള്ള വാർത്ത പത്രത്തിൽ വന്നു. ഇതൊക്കെ അവരുടെ കുടുംബത്തിന് വലിയ ചീത്തപ്പേരുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷജന മാഡത്തെ ഉടനെ തന്നെ കൺസർവേറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്യണം, എന്നിട്ട് ഗുഡ് സർവീസ് സെൻ്ററിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കുടുംബക്കാർ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഏതായാലും സംഗതി വളരെ ജോറാവുന്നുണ്ട്. ഇതുപോലെയൊക്കെയുള്ള കലാപരിപാടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ ഞങ്ങളുടെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവരെ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് മൃഗാശുപത്രിയിൽ, അവരെ പിരിച്ചുവിട്ടുമെന്ന് മാത്രമല്ല അവരുടെ പേരിൽ ആൾമാറാട്ടത്തിന് കേസ് വരെ എടുത്തു. കാരണം അവർ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, അവർക്ക് ബന്ധുബലമില്ല, കുടുംബമഹിമയില്ല, അവർക്ക് ഒരു MP-യുമായിട്ടും അടുപ്പമില്ല, അവർക്ക് വേണ്ടി പറയാനായിട്ട് കളമരം എരിയുമ്പോൾ ഉണ്ടായില്ല, ഗഗാറിനും ഉണ്ടായില്ല, അല്ലെങ്കിൽ വാലന്റീന തെരഷ്കോവയും ഉണ്ടായില്ല. അതുകൊണ്ട് അവർ കണ്ണീരും കയ്യുമായിട്ട് വീട്ടിൽ പോയി. അതാണ് സംഭവിച്ചത്. നേരെ മറിച്ച് ഈ ഷജനയെ പോലുള്ള ആളുകൾക്ക് അവർക്ക് ബന്ധുബലമുണ്ട്, സമുദായ ബലമുണ്ട്, പാർട്ടിയുടെ പിന്തുണയുണ്ട്, ലക്ഷദ്വീപ് MP ഉണ്ട്, രാജ്യസഭ MP ഉണ്ട്, വയനാട് ജില്ലാ കമ്മിറ്റി ഉണ്ട്, മറ്റ് പല സൗകര്യങ്ങളും ഉണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത സമയവും കൂടിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ ഇതൊക്കെ സഹിക്കുക. ഇതുപോലെയുള്ള കൊള്ളയൊക്കെ നടത്തിയതിന് ശേഷം താത്വികമായിട്ട് അവലോകനം നടത്തുക. ഗോവിന്ദൻ ഭാഷ വിളിച്ച പുള്ളി അത് സൈദ്ധാന്തികമായ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തെ ഈ സസ്പെൻഷൻ പുറകോട്ടടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ സാമ്രാജ്യത്വവും ഫാസിസവും ആണ് പ്രധാനം, അല്ലാതെ സുഗന്ധഗിരിയിലെ മരം കൊള്ളയല്ല എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ താത്വിക ആചാര്യൻ കുമാരപിള്ള സാറിൻ്റെ റോളിൽ ഗോവിന്ദൻ ഭാഷ വെച്ചിട്ടുള്ളത്.
PC ചാക്കോയോട് ചോദിച്ചാൽ പുള്ളി പറയും ഞാൻ ഈ വനംവകുപ്പിൽ ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് അറിയാനും പാടില്ല, ഞാൻ ഇടപെടാറുമില്ല എന്നുള്ളത്. ശശീന്ദ്രനോട് ചോദിച്ചാൽ പുള്ളി പറയും ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മാവിലായിക്കാരനാണ് എന്ന് പറയും. അപ്പോൾ സംഗതി ഇത്രയൊക്കെ ഉള്ളൂ. ബന്ധുബലം ഉള്ളവർക്ക് കാട്ടിലെ തടി തേവരുടെ ആന എന്ത് വേണമെങ്കിൽ ചെയ്യാം, എത്ര വേണമെങ്കിൽ കാക്കാം, യാതൊരു കുഴപ്പമില്ല. വീട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.